ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഫെമിലിയെ ധൊമീനി ഈ ശുശ്രൂഷയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. കുടുംബങ്ങൾ കർത്താവിനായി, നമ്മുടെ കുടുംബങ്ങൾ കർത്താവ് വാഴുന്ന കുടുംബങ്ങളാകാൻ കർത്താവ് പടുത്തുയർത്തുന്ന, ദൈവവചനത്താൽ ഉറപ്പിക്കപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന നസ്രത്തിലെ തിരുകുടുംബം പോലെ കൃപയുടെയും പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും വചനത്തിൻ്റെയും ഭവനങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ രൂപപ്പെടുവാൻ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഈ ശുശ്രൂഷയോർത്ത് നന്ദിയുള്ളവരാകാം. ഈ ശുശ്രൂഷയുടെ സമാപന ദിനത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. സാർവത്രിക സഭയിൽ വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ വലിയ തിരുനാൾ ഇന്ന് ആഘോഷിക്കുകയാണ്. സഭയുടെ പില്ലേഴ്സാണ് പത്രോസ് പൗലോസ് ശ്ലീഹന്മാർ. അവരുടെ സാന്നിധ്യവും സഹായവും മധ്യസ്ഥവും ശുശ്രൂഷകരങ്ങളും നമ്മോടൊപ്പമുണ്ട്. പ്രത്യേകം വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ മധ്യസ്ഥം നമുക്ക് തേടാം. ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ സമാപന സമയങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിൻ്റെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ പ്രവേശിക്കാം. നിങ്ങളേവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം നമ്മുടെ കർത്താവിനെ ഹൃദയം തുറന്ന് സ്തുതിച്ച് ആരാധിക്കാനായിട്ട് ഒരുങ്ങാം. ജോയേൽ പ്രവചനം 2-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. അന്ന് ഇങ്ങനെ സംഭവിക്കും: എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനമാണ് ഈ വചനത്തിലൂടെ നാം കാണുന്നത്. അവസാന നാളുകളിൽ, ഏതാണ് ഈ അവസാന നാളുകൾ? ഈ ഒരു കാലഘട്ടമാണ്. കർത്താവ് അളവില്ലാത്ത വിധം ആഗ്രഹിക്കുന്നവർക്കും ചോദിക്കുന്നവർക്കെല്ലാം ധാരാളമായി തൻ്റെ ആത്മാവിനെ വർഷിക്കുന്ന കൃപയുടെ ദിനങ്ങളാണിത്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അധികമായ അഭിഷേകം കർത്താവ് പകരുകയാണ്. പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട കുടുംബങ്ങൾ, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട കുടുംബങ്ങൾ, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന നിയന്ത്രിക്കപ്പെടുന്ന കുടുംബങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ സ്വരമനുസരിച്ച് മുന്നേറുന്ന കുടുംബങ്ങൾ ഇന്ന് സഭയുടെ അനുഗ്രഹങ്ങളാണ്. പരിശുദ്ധാത്മാവിന്റെ ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങൾ രൂപപ്പെടുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകത്തിൽ നിറയണം. അഭിഷേകമുള്ള കുഞ്ഞുങ്ങളായി നമ്മുടെ മക്കൾ വളരണം. നമ്മുടെ ദമ്പതിമാർ അവരുടെ ദാമ്പത്യത്തിൽ ആത്മാവിന്റെ തീയിറങ്ങണം. അവർ കർത്താവിന്റെ കൃപയുള്ള ദമ്പതികളായി മാറണം. മാതാപിതാക്കളിൽ ആത്മാവിന്റെ കാറ്റടിക്കണം. അവർ അഭിഷേകമുള്ള കൃപയുള്ള മാതാപിതാക്കളായി മാറണം. സഹോദരി സഹോദരങ്ങളിൽ ഈ ആത്മശക്തിയുടെ അനുഭവം ഉണ്ടാവണം. തകർന്നു പോയ ബന്ധങ്ങൾ അഭിഷേകത്താൽ പുനഃസ്ഥാപിതമാകണം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവശക്തിയുടെ വ്യാപനം ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പാപശക്തികള്, പൈശാചിക ആധിപത്യങ്ങള്, സാധാന്യ പീഡകള്, ഇരുട്ടിന്റെ ശക്തികള് ആത്മാവിന്റെ തീയിൽ നിർവീര്യമാകണം. സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ. നമ്മുടെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ വർഷിക്കും. സകല കുടുംബങ്ങളിലേക്കും എന്റെ ആത്മാവിനെ വർഷിക്കും. കർത്താവേ, ഈ പ്രോമിസ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വാഗ്ദാന വചനങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ ആത്മാവിൽ നിറയട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ. സ്തുതിക്കുന്നു. ഈശോ നന്ദി കർത്താവ്. എന്റെ
സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ തീയുള്ള മാതാപിതാക്കൾ, ആത്മാവിന്റെ തീയുള്ള ദമ്പതിമാർ, മക്കൾ, സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ കുടുംബങ്ങളെ കുറിച്ചുള്ള കർത്താവിന്റെ സ്വപ്നം ഇതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക? അപ്പോസ്തല പ്രവൃത്തി 2:4 പറയുന്നു, അവരെല്ലാവരും ആത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരം അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എല്ലാവരും ആത്മാവിനാൽ നിറഞ്ഞു. അപ്പനും അമ്മയും മക്കളും സഹോദരന്മാരും സഹോദരിമാരും ഭാര്യയും ഭർത്താവും എല്ലാം ആത്മാവിൽ നിറയുന്നൊരനുഭവം, പരിശുദ്ധാത്മാവിൽ നിറയുന്നൊരനുഭവം. നമ്മുടെ കുടുംബങ്ങൾ ആത്മശക്തിയിൽ നിറയുന്നൊരനുഭവം, നമ്മുടെ കുടുംബങ്ങളിൽ ആത്മാവിന്റെ തീ ഇറങ്ങുന്നൊരനുഭവം, നമ്മുടെ കുടുംബങ്ങളിൽ ആത്മാവിന്റെ കാറ്റ് വീശി അടിക്കുന്നൊരനുഭവം. ഈ അനുഭവത്തിനായി ഹൃദയം തുറന്ന് അതരം തുറന്ന് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒന്നിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകത്തിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകം കുടുംബങ്ങളിൽ, അഭിഷേകം കുടുംബങ്ങളിൽ, അഭിഷേകം കുടുംബങ്ങളിൽ, അഭിഷേകം കുടുംബ ബന്ധങ്ങളിൽ, അഭിഷേകം മാതാപിതാക്കളിൽ, അഭിഷേകം ദമ്പതിമാരിൽ, അഭിഷേകം മക്കളിൽ, അഭിഷേകം സഹോദരി സഹോദരങ്ങളിൽ. കർത്താവിന്റെ സ്വപ്നം നമ്മുടെ കുടുംബങ്ങൾ നിറവേറപ്പെടുവാൻ കരമുയർത്തി ഹൃദയം തുറന്ന് ഒന്നിച്ചൊരൊറ്റ വിളി, ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിലേക്ക് വരണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ, മാതാപിതാക്കളിലേക്ക് വരണമേ, മക്കളിലേക്ക് വരണമേ, ഭാര്യ ഭർത്താക്കന്മാരിലേക്ക് വരണമേ, സഹോദരി സഹോദരങ്ങളിലേക്ക് വരണമേ, ആത്മാവേ വരണമേ. കം ഹോളി സ്പിരിറ്റ്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരിക, കുടുംബ ബന്ധങ്ങളെ അനുഗ്രഹിക്കുക, ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കുക. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പവർ, പവർ. ആമേൻ, ആമേൻ. കരങ്ങളടിച്ച്, കരങ്ങളടിച്ച് എല്ലാവരും ആത്മാവിന്റെ തീ കത്തട്ടെ, ആത്മാവിന്റെ കാറ്റ് വീശട്ടെ. ദേശദേശാന്തരങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ ആത്മാവിന്റെ കാറ്റടിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നവീകരിക്കണമേ. ആമേൻ, ആമേൻ. ഉണർവിൻ കാറ്റ് വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. അഭിഷേകമുള്ളൊരു തലമുറ, അഭിഷേകമുള്ള തലമുറ ഇതാ എഴുന്നേൽക്കുന്നു. ഉണർവിൻ കാറ്റ് വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. അഭിഷേകമുള്ളൊരു തലമുറയെ സഭയിൽ എഴുന്നേൽപ്പിക്കണമേ. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ ഒന്നിച്ചൊന്നായി നിന്നിടം യേശുവിനായി. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ ഒന്നിച്ചൊന്നായി നിന്നിടം നാം യേശുവിനായി. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവൃത്തികൾ. അങ്ങിടപെടണമേ, കുടുംബങ്ങളിൽ പ്രവർത്തിക്കണമേ, കുടുംബങ്ങളിൽ പ്രവർത്തിക്കണമേ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവൃത്തി. ആമേൻ, ആമേൻ. ദൈവപ്രവൃത്തികൾ, ദൈവപ്രവൃത്തികൾ, കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, കുടുംബബന്ധങ്ങളിൽ, തിരുസഭയിൽ, ലോകം മുഴുവനിലും ദൈവപ്രവൃത്തികൾ, ആത്മപ്രവൃത്തികൾ, ഈ anointing-നായി, ഈ ഒരു അഭിഷേക നിറവിനായി, കർത്താവ് പകരുന്ന ഈ അഭിഷേക സമൃദ്ധിക്കായി ചങ്കലിറന്ന് കരമുയർത്തി, സ്വരമുയർത്തി ഓരോ കുടുംബത്തിന്മേൽ ഈ അഭിഷേകം ഇറങ്ങുവാൻ, ആത്മാവിന്റെ തീ പടരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, നിത്യസഹായകനേ, സ്വർഗീയ തീയായി വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ ഉണർത്തണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ.
ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. അഭിഷേകമുള്ളൊരു തലമുറയെ കർത്താവ് ഞങ്ങൾ അവകാശമായി ചോദിക്കുന്നു. അഭിഷേകമുള്ള തലമുറയെ ഞങ്ങൾ അവകാശമായി ചോദിക്കുന്നു. അഭിഷേകമുള്ള കുടുംബങ്ങളെ ഞങ്ങൾ അവകാശമായി ചോദിക്കുന്നു. ഈശോ, ഈശോ, ഈശോ. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി. For the Lord and for the church. മഹത്വത്തിൻ തലമുറ, ആമേൻ. ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി. ഒന്നിച്ചൊന്നായി നിന്നിടാം നാം യേശുവിനായി. For the Lord, കർത്താവിന് വേണ്ടി നിന്നിടാം നാം യേശുവിനായി. കർത്താവിന്റെ വചനത്തിനു വേണ്ടി. യെസ്, കുടുംബങ്ങൾ ഉണരണം. നിന്നിടാം നാം യേശുവിനായി. തിരുസഭയ്ക്ക് വേണ്ടി യേശുവിനായി. ആമേൻ, ആമേൻ. പരിശുദ്ധ അമ്മേ, സഭയുടെ അമ്മേ, കുടുംബങ്ങളുടെ നാഥേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ശൗസേ പിതാവേ, തിരുസഭയുടെ പാലക, കുടുംബങ്ങളുടെ കാവൽക്കാര, പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ഞങ്ങൾ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരെ, നിങ്ങളുടെ ശ്ലൈഹിക കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധരെ, മലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, പ്രവാചകരെ, മറ്റു സ്ലീഹരെ, രക്തസാക്ഷികളെ, കന്യകകളെ, പൂർവ്വപിതാക്കന്മാരെ, സഭാപിതാക്കളെ നിങ്ങളുടെ മധ്യസ്ഥതയിലേക്ക് ഞങ്ങൾ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മളെല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൻ്റെ വിവിധങ്ങളായ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അത് ടെക്സ്റ്റ് ചെയ്യുക. നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക. 24 മണിക്കൂറും ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ടീം ഷക്കേനയുടെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് 24 മണിക്കൂറും നമ്മുടെ ഈ മീഡിയ കോംപ്ലക്സിൽ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലെ നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി രാവും പകലും പ്രാർത്ഥിക്കുന്ന ഒരു സമർപ്പണമുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥന ടീമുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇടപെടും. കർത്താവ് നമ്മുടെ ആവശ്യങ്ങളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. എൻ്റെ സഹോദരങ്ങളെ, വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ കുടുംബങ്ങളെ ഇന്ന് കർത്താവിനായി നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ എപ്രകാരമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകേണ്ടത്? അഭിഷേകം കുടുംബങ്ങളിൽ എന്നുള്ള വചന സന്ദേശമാണ് തൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുവാനായി പോകുന്നത്. അഭിഷേകം കുടുംബങ്ങളിൽ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 25-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ്. അവിടുന്ന് അബ്രഹാത്തോട് അരുളി ചെയ്ത്, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി എന്താണ്? നമ്മുടെ കുടുംബങ്ങളെ കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സെന്താണ്? നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് എന്താണ് കർത്താവ് സ്വപ്നം കാണുന്നത്? നമ്മുടെ ഓരോ കുടുംബവും അനേകം കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി മാറണം, അഭിഷേകമായി മാറണം. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ആത്മാവിൻ്റെ നിറവുള്ള ബന്ധങ്ങളാകണം.
ക്രൈസ്തവ കുടുംബങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ കുടുംബങ്ങളാകണം. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന കൃപയുടെ ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങളെല്ലാം ദിനംതോറും കർത്താവിൽ വളരുവാനാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. നിന്റെ സന്തതി വഴി ഭൂമിയിലുള്ള സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനോട് ദൈവം നൽകിയ വാഗ്ദാനമാണിത്. സകല കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. കർത്താവായ യേശു ക്രിസ്തു വഴി സകല കുടുംബങ്ങൾ അനുഗ്രഹീതമാകും. തന്റെ പരിശുദ്ധാത്മാവിലൂടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കും, കുടുംബങ്ങളെ അഭിഷേകം ചെയ്യും, കുടുംബങ്ങളെ നവീകരിക്കും, കുടുംബങ്ങളെ പടുത്തുയർത്തും, കുടുംബങ്ങളെ അനുഗ്രഹിക്കും. സഹോദരങ്ങളെ, ഇത് കർത്താവിന്റെ പ്രോമിസാണിത്. ഞാൻ ചോദിക്കട്ടെ, ആത്മാവിന്റെ അഭിഷേകം ആർക്കുള്ളതാണ്? അഭിഷേകം കുടുംബങ്ങളിൽ എപ്രകാരമാണ് പ്രവർത്തിക്കുവാൻ ഈ നാളുകളിൽ സ്വർഗം ആഗ്രഹിക്കുന്നത്? എന്നെ ഒരുപാട് സ്വാധീനിച്ച മനോഹരമായൊരു തിരുവചനം പരിശുദ്ധ ബൈബിളിലുണ്ട്. ഞാൻ പലപ്പോഴും ആ വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 39-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, ഈ വാഗ്ദാനം, ഏതു വാഗ്ദാനം? പരിശുദ്ധാത്മാവാകുന്ന ആ ശ്രേഷ്ഠമായ വാഗ്ദാനം, ഹോളി സ്പിരിറ്റ്. ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ, ആത്മാവിന്റെ അഭിഷേകം, ആത്മശക്തി, അത് നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ആ വചനം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു വായിച്ചേ. പരിശുദ്ധാത്മാവിനെ ആർക്കാണ് കർത്താവ് തരുന്നത്? ആത്മാവിന്റെ അഭിഷേകം ആർക്കുള്ളതാണ്? ആത്മശക്തി ആർക്കാണ് അനുഭവിക്കാൻ കഴിയുന്നത്? പരിശുദ്ധ വചനം പറയുന്നു, അത് നമുക്കുള്ള വാഗ്ദാനമാണ്. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകം നമുക്കുള്ളതാണ്. ആരെല്ലാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ, കർത്താവിനെ ഏകരക്ഷകനും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്നുവോ, ആരെല്ലാം വചനത്തെ സ്നേഹിച്ച് അനുസരിക്കുന്നുവോ, അവർക്കുള്ളതാണ് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദാനം. അവർക്കുള്ളതാണ് ആത്മാവിന്റെ അഭിഷേകം, ആത്മശക്തി. അത് നമുക്കുള്ള വാഗ്ദാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അഭിഷേകം നമ്മുടേതാണ്. പറഞ്ഞേ, അഭിഷേകം നമ്മുടേതാണ്. ആത്മാവിന്റെ അഭിഷേകം ആർക്കുള്ളതാ? പരിശുദ്ധ വചന പഠിപ്പിക്കുന്നത് അത് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. സംശയിക്കേണ്ട. ഇന്ന് പലരുടെയും ഒരു സംശയമാണ്, എനിക്ക് അഭിഷേകം കിട്ടുമോ? എനിക്ക് കാലഘട്ടത്തിന് അഭിഷേകത്തിൽ നിറയാൻ പറ്റുമോ? കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് അഭിഷേകത്തിൽ ജീവിക്കാൻ പറ്റുമോ? അഭിഷേകത്തിൽ വളരാൻ പറ്റുമോ? നീ സംശയിക്കേണ്ട. ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. പരിശുദ്ധ വചനം എന്നെയും നിന്നെ നോക്കി ആവർത്തിച്ച് പറയുക, ഈ അഭിഷേകം നമുക്കുള്ളതാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ അവകാശമാണ് ആത്മാവിന്റെ അഭിഷേകം. സഹോദരങ്ങളെ, അത് നമുക്ക് മാത്രമുള്ളതല്ല. വീണ്ടും എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? അത് നമ്മുടെ സന്താനങ്ങൾക്കുള്ളതാണ്. ആ വചനം ശ്രദ്ധിച്ച്, ആ വാഗ്ദാനം നിങ്ങളുടെ സന്താനങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കുള്ളതാണ്. എത്ര മനോഹരമാണ് ദൈവത്തിന്റെ പ്രോമിസ്. ആത്മാവിന്റെ അഭിഷേകം നമുക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്കുള്ളതാണ്. അവരുടെ മക്കള് അത് തലമുറകളിലേക്ക് വ്യാപിക്കുകയാണ്. അത് തലമുറകളിലേക്ക് പടരുകയാണ്. കൈമാറി പോവുകയാണ്. തലമുറകളിലേക്ക് കൈമാറ്റം പെടുന്ന ആത്മാവിന്റെ അഭിഷേകം. സഹോദരങ്ങളെ, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് നമുക്ക്, നമ്മുടെ സന്താനങ്ങൾക്കും പിന്നെ വിദൂരസ്ഥർക്കും സകല മനുഷ്യർക്കുള്ളതാണ്. തൻ്റെ അരികിലേക്ക് വരുന്ന എല്ലാവർക്കും ഉള്ളതാണ് ആത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അഭിഷേകം എങ്ങനെയാണ്, ഈ അനോയിന്റിങ് നമ്മുടെ കുടുംബങ്ങളിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്? ഒരു അപ്പൻ, ഒരു അമ്മ, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു മകൻ, ഒരു മകൾ, ഒരു സഹോദരൻ, ഒരു സഹോദരി എന്ന നിലയിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്രകാരമാണ് ഈ അഭിഷേകം വെളിപ്പെടുന്നത്? എപ്രകാരമാണ് ഈ അഭിഷേകം നമ്മളെ നയിക്കുന്നത്? എപ്രകാരമാണ് ഈ അഭിഷേകം നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്? എപ്രകാരമാണ് ഈ അനോയിന്റിങ് നമ്മളെ സ്വാധീനിക്കുന്നത്? സഹോദരങ്ങളെ, ദൈവവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ
കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറാൻ. ലോകത്തിൻ്റെ ഭൗതികമായ വസ്തുക്കൾ പോരാ, അതൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല, അത് വേണം നമുക്ക്. പക്ഷെ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ അഭിഷേകമാണ്. അപ്പോൾ കർത്താവ് ഓരോരുത്തർക്കും ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്. ഒരു അപ്പന് വേണ്ട ഉത്തരവാദിത്വം, ഒരു അമ്മയുടെ ഉത്തരവാദിത്വം. പലപ്പോഴും ഒരു അമ്മയുടെ ഉത്തരവാദിത്വമല്ല ഒരു മകൾക്ക് ഒരു മകനെ, ഒരു മകൻ്റെ ഉത്തരവാദിത്വമല്ല ഒരു സഹോദരന് സഹോദരിക്ക്, അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്. ഓരോരുത്തർക്കും അവരായിരിക്കുന്ന തലങ്ങളിൽ ദൈവമായ കർത്താവ് കൃത്യമായ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ വിശ്വസ്തയോടെ എനിക്ക് നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ ആത്മാവിന്റെ അഭിഷേകം കൂടിയേ തീരൂ. നമ്മുടെ കുടുംബങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ നിറയുവാൻ, ആ സാന്നിധ്യ അനുഭവത്തിൽ വളരുവാൻ സഹോദരങ്ങളെ ആത്മാവിന്റെ അഭിഷേകം കൂടിയേ തീരൂ. മസിൽ പവറും ബ്രെയിൻ പവറും പൊളിറ്റിക്കൽ പവറും പണം കൊണ്ടൊന്നും ഇത് സാധ്യമല്ല. എത്ര കുടുംബങ്ങൾ ഇന്ന് സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിലും ദുരിതത്തിലും സങ്കടത്തിലും വേദനയിലും ഒരുപാട് കലുഷിതമായ അവസ്ഥയിലായിരിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ നിരാശപ്പെടേണ്ട. അഭിഷേകം ഇറങ്ങുമ്പോൾ സ്ഥിതികൾക്ക് മാറ്റം വരും. ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ സ്പിരിറ്റിനൊരു മൂവ് നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ആ കുടുംബങ്ങളിൽ അതിന്റെ ഗതിവിധികളിൽ മാറ്റം വരുമെന്ന് പരിശുദ്ധ വചനം ഉറപ്പുതരികയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 എന്താണ് ഈശോ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പറഞ്ഞേ, നിങ്ങൾ ശക്തി പ്രാപിക്കും. ഓരാ അല്പം ഉച്ചത്തിൽ പറഞ്ഞേ, നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇതാണ് ആ പവർ ഡുനാമിസ്, ആത്മാവിന്റെ ശക്തി. ഒരു അപ്പനോടടുത്ത് ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ, ഒരു അമ്മയോടടുത്ത് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ, ഒരു ഭാര്യയുടെ, ഒരു ഭർത്താവിൻ്റെ, ഒരു മകൻ്റെ, ഒരു മകളുടെ, ഒരു സഹോദരൻ്റെ, സഹോദരിയുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ വ്യക്തതയോടെ നിർവഹിക്കുവാനുള്ള ശക്തി അഭിഷേകം നൽകുന്നു, അനോയിന്റിങ് തരുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലെ അസ്വസ്ഥതകൾക്ക് എന്താ കാരണം? നമ്മൾ റെസ്പോൺസിബിൾ അല്ല. ഓരോരുത്തരും അവരവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല. ഓരോരുത്തർക്ക് അവർക്ക് തോന്നിയതുപോലെ പോവാണ്. അപ്പൻ അപ്പൻ്റെ വഴിക്ക്, അമ്മ അമ്മയുടെ വഴിക്ക്, മക്കളുടേതായ ഒരു ലോകത്തില്. ഭാര്യ ഭർത്താക്കന്മാര് നിസാര കാര്യങ്ങൾ, വഴക്ക്, ബഹളം, അടി, എന്തെന്നില്ലാത്ത അസ്വസ്ഥതകള്, സഹോദര ബന്ധങ്ങള് താറുമാറാകുന്നു. സഹോദരങ്ങളെ, എന്താ ഇതിന്റെ കാരണം? ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. ഇവിടെയാണ് ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. നിങ്ങൾ ശക്തി പ്രാപിക്കും. ആത്മാവ് വരുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശക്തി പ്രാപിക്കും. ഒരു അപ്പന് വേണ്ട ശക്തി, ഒരു അമ്മയ്ക്ക് ആവശ്യമായ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്, മകൾക്ക് മകന്, ഒരു സഹോദരന് സഹോദരിക്ക് ആവശ്യമായ ശക്തിയുടെ അനുഭവം കൊണ്ട് സ്വർഗം മുദ്ര ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 9:22 നമുക്ക് കാണാൻ പറ്റും. അവിടെ സാവൂള് നമ്മുടെ പൗലോസ്ലീഹയാണ്, ആത്മാവിൽ നിറഞ്ഞു. സാവൂൾ ആകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് മോർ പവർ, മോർ അനോയിന്റിങ്, കൂടുതൽ ശക്തി, കൂടുതൽ അഭിഷേകം ആർജിച്ച് വരികയാണ്. അതുകൊണ്ടാണ് പൗലോസ് തീയായി മാറിയത്. അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ഈ അനോയിന്റിങ് വേണം, നമുക്ക് ഈ അഭിഷേകം വേണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലോട്ട് വരിക. കർത്താവിൻ്റെ ജീവിതത്തിൽ ആ ത്രിവിധ അഭിഷേകം, നമ്മുടെ കർത്താവിൽ പ്രവാചക അഭിഷേകം, പുരോഹിത അഭിഷേകം, രാജകീയ അഭിഷേകം, പ്രൊഫറ്റിക് അനോയിന്റിങ്, പ്രീസ്റ്റ്ലി അനോയിന്റിങ്, കിങ്ലി അനോയിന്റിങ്, അതിൻ്റെ പൂർണ്ണതയായിരുന്നു നമ്മുടെ കർത്താവായ യേശു. ഈ ത്രിവിധ അഭിഷേകം നമ്മുടെ കർത്താവിൽ നിറഞ്ഞു നിന്നു. സഹോദരങ്ങളെ, ഈ ഒരു അനോയിന്റിങ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ നാളുകളിൽ ഒഴുകപ്പെടേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. മാതാപിതാക്കളിലേക്കും അപ്പനിലേക്കും അമ്മയിലേക്കും ഈ ത്രിവിധ അഭിഷേകം ഒഴുകപ്പെടണം. കർത്താവിനെ കുറിച്ച് എന്താ വചനം പറയുന്നത്? ശിലുക്കാട് സുവിശേഷം 24-ാം അധ്യായത്തിൽ
19-ാം വചനത്തിൽ അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ശ്രദ്ധിക്കണമേ, ശക്തനായ പ്രവാചകനായിരുന്നു. അപ്പൊ നമ്മുടെ കർത്താവ് വാക്കിൽ മാത്രമല്ല, വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഇറ്റ്സ് എ പ്രൊഫറ്റ്. അവൻ പ്രവാചകന്മാരുടെ പ്രവാചകനാണ് നമ്മുടെ കർത്താവ്. അപ്പൊ പ്രൊഫറ്റിക് അനോയിന്റിങ്, ശക്തമായ പ്രവാചക അഭിഷേകം കർത്താവിൻ്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിരുവചനങ്ങൾ പഠിപ്പിച്ച്, വചനം പറഞ്ഞ്, പ്രബോധിപ്പിച്ച് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് ഈശോ കാലഘട്ടത്തിൽ ജനത്തെ കൊണ്ടുവന്നു. ഇന്നും തൻ്റെ വചനത്തിലൂടെ തൻ്റെ മക്കളെ നയിക്കുകയാണ്. രണ്ടാമത് സഹോദരങ്ങളെ, ആ പ്രീസ്റ്റ്ലി അനോയിന്റിങ്, നമ്മുടെ കർത്താവിൻ്റെ മേൽ ആ പൗരോഹിത്യ അഭിഷേകം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം കർത്താവിൻ്റെ ആ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. പിതാവായ ദൈവത്തിന് വലതുഭാഗത്ത് ഉപവിഷ്ടനായി ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തൻ്റെ മഹാപുരോഹിത ശുശ്രൂഷ ഇന്നും കർത്താവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, അവൻ നമ്മുടെ നിത്യപുരോഹിതനാണ്. നമ്മുടെ കർത്താവായ യേശു നമ്മുടെ മഹാപുരോഹിതനാണ്. സഹോദരങ്ങളെ, എത്ര കൃത്യമാണ് ദൈവത്തിന്റെ വചനം. എബ്രായ പുസ്തകം 7-ാം അധ്യായം, അവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. 17-ാമത്തെ തിരുപ്പതി 7:17, എന്തെന്നാൽ നീ മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നുവെന്ന് അവനെ കുറിച്ച് സാക്ഷ്യമുണ്ട്. ശ്രദ്ധിച്ച്, മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം നമ്മുടെ കർത്താവായ യേശു നിത്യ പുരോഹിതനാണ്, എന്നേക്കും പുരോഹിതനാണ്. യെസ്, പ്രീസ്റ്റ്ലി അനോയിന്റിങ് നമ്മുടെ കർത്താവിന്റെ മേലുണ്ടായിരുന്നു. മൂന്നാമത്, അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. കിങ്ലി അനോയിന്റിങ്, രാജകീയ അഭിഷേകം. രാജകീയ അഭിഷേകം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 34-ാം വചനത്തിൽ എന്താണ് അവിടെ വചനം പഠിപ്പിക്കുന്നത്? പിലാത്തോസ് ചോദിക്കുകയാണ്. 18:37 പിലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. സഹോദരങ്ങളെ, റോമൻ ഗവർണറായി, യൂദയായ റോമൻ ഗവർണറായി പിലാത്തോസ് ചോദിച്ചു, നീ രാജാവല്ലേ? കർത്താവ് അത് ഗണ്ഡിക്കല്ലേ, ഞാൻ രാജാവല്ല എന്ന് പറയല്ലേ ചെയ്തത്. നീ തന്നെ പറഞ്ഞുവല്ലോ ഞാൻ രാജാവാണെന്ന്. കർത്താവ് ഇത് സ്ഥിരീകരിക്കുകയാണ്. യെസ്, നമ്മുടെ കർത്താവ് വെറും രാജാവല്ല, രാജാക്കന്മാരുടെ രാജാവാണ്. കിങ് ഓഫ് കിങ്സ്. വെളിപാട് പുസ്തകം 17:14 ഈ വസ്തുത വചനം സ്ഥിരീകരിക്കുന്നു. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും, കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ആനന്ദത്തോടെ, അഭിമാനത്തോടെ ഉച്ചത്തിൽ പറഞ്ഞ്, നമ്മുടെ കർത്താവ് രാജാക്കന്മാരുടെ രാജാവാണ്. നമ്മുടെ കർത്താവ് രാജാക്കന്മാരുടെ രാജാവാണ്. സഹോദരങ്ങളെ, ഈ ത്രിവിധ അഭിഷേകം പ്രവാചക, പുരോഹിത, രാജകീയ അഭിഷേകം, ഇത് ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് ആവശ്യമാണ്. എപ്രകാരമാണ് ഈ അഭിഷേകം അവരിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടത്? ഓരോ പിതാവും മാതാവും ദൈവം തങ്ങൾക്ക് നൽകിയ മക്കളുടെ പ്രവാചകരാണ്. മറക്കരുത്. യെസ്, നമ്മൾ പ്രവാചകരാണ് പ്രിയപ്പെട്ടവരെ. പ്രവാചകരെന്ന് പറയുന്നത് ഭാവി പറയുന്നവനല്ല. ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവർ ദൈവത്തിന്റെ പ്രവാചകരാണ്. ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവനാണ് പ്രവാചകൻ. ഓരോ പിതാവും മാതാവും മക്കളുടെ പ്രവാചകരാണെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ അതിനർത്ഥം എന്താ? മക്കളോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണ് അവരെ. തങ്ങളുടെ മക്കൾക്ക് ദൈവത്തിന്റെ വചനം കൊടുക്കുന്നവരാണ് അവരെ. തങ്ങളുടെ മക്കൾക്ക് ദൈവത്തിന്റെ മാർഗം, ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്നവരാണ് ഓരോ മാതാവും പിതാവും എന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. യെസ്, മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ പ്രവാചകരാണ്. മറക്കരുത്, നിങ്ങൾ പ്രവാചകരാണ്.
ദൈവം നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്ന മക്കൾക്ക് നിങ്ങൾ പ്രവാചക ശുശ്രൂഷ ചെയ്യണം. പ്രൊഫറ്റിക് മിനിസ്ട്രി ചെയ്യാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരെ. എന്താണ് ഈ പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത്? നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം അവിടെ 6-7 വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. തുടർന്ന് കർത്താവ് പറഞ്ഞു, ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. മക്കളെ പഠിപ്പിക്കണം എന്ന് മാത്രമല്ല, പിന്നെന്താ കർത്താവ് പറഞ്ഞത്? വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. കേട്ടോ, ഇതാണ് പ്രവാചക ശുശ്രൂഷ. ഒരു പ്രവാചകൻ ദൈവത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കുന്നവനാണ്. ദൈവത്തിന്റെ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നവനാണ്. ദൈവത്തിന്റെ ആലോചനകൾ തിരിച്ചറിഞ്ഞ് അത് ജനത്തിന് പകർന്നു കൊടുക്കുന്നവനാണ് പ്രവാചകൻ. സഹോദരങ്ങളെ, കർത്താവ് ഓരപ്പനോടും അമ്മയോടും പറയുന്ന വാക്കെന്താണ്? ഇറ്റ്സ് എ പ്രൊഫറ്റിക് മിഷൻ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം? കെമിസ്ട്രി ആണോ? കെമിസ്ട്രി പഠിപ്പിക്കണം. ബയോളജി ആണോ? ഫിസിക്സ് ആണോ? മാത്തമാറ്റിക്സ് ആണോ? ഇതൊക്കെ ഇഷ്ടംപോലെ പഠിപ്പിക്കുന്നുണ്ടല്ലോ നമ്മൾ. അത് മാത്രല്ല സഹോദരങ്ങളെ, ജീവിക്കുന്ന കർത്താവിന്റെ വചനം, യെസ്, വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അതിൽ മാതാപിതാക്കൾക്ക് ജാഗ്രതയുണ്ടാകണം, എരിവുണ്ടാകണം, തീഷ്ണതയുണ്ടാകണം, അതീവ ശ്രദ്ധയുണ്ടാകണം. വചനത്തിൽ വളരുവാൻ, വചനത്തിൽ ആഴപ്പെടുവാൻ, വചനത്തിന് ക്രമ സ്വീകരിക്കുവാൻ, വചനത്തിന്റെ ആത്മാവിനാൽ കുഞ്ഞുങ്ങൾ പൂരിതരാകുവാൻ അവർ അതിൽ അതീവ ജാഗ്രത കാണിക്കണം. അതാണ് പ്രവാചക ശുശ്രൂഷ. വീട്ടിലിരുന്ന് നാട്ടുവിശേഷങ്ങളും ലോകവർത്തമാനങ്ങളും രാഷ്ട്രീയവും അതുപോലെ ഈ ലോകമോഹങ്ങളും ഈ ലോകത്തിന്റെ ഇമ്പങ്ങളും എങ്ങനെ ഈ ലോകത്തിൽ വളരെ കോമ്പറ്റിറ്റീവായി ജീവിക്കാം, ഇതല്ല മക്കളെ പഠിപ്പിക്കേണ്ടത്. എന്റെ സഹോദരങ്ങളെ, ജീവിക്കുന്ന കർത്താവിന്റെ വചനം കൊടുക്ക്. അവർക്ക് സത്യവിശ്വാസം കൊടുക്ക്. ഈ കാലഘട്ടത്തിൽ അവർ ജീവിക്കേണ്ട സുവിശേഷ മൂല്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്ക്. വിശുദ്ധ ജീവിതത്തിന്റെ ആവശ്യകത അവരെ അറിയിക്ക്. അതിന് ഉതകുന്ന വചനങ്ങൾ അവർക്ക് പകർന്നു കൊടുക്ക്. ഇതല്ലേ മാതാപിതാക്കളുടെ പ്രവാചക ശുശ്രൂഷ? അവർക്ക് യേശുവിനെ കൊടുക്കണം, കർത്താവിനെ കൊടുക്കണം. നിയമാവർത്തന പുസ്തകം 4:9 വീണ്ടും ഈ വചനം സ്ഥിരീകരിക്കുകയാണ് കർത്താവ്. നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്നും മായാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും നിങ്ങൾ അറിയിക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനങ്ങൾ, തീയായ വചനങ്ങൾ, കൃപയുടെ വചനങ്ങൾ, മഹത്വത്തിന്റെ വചനങ്ങൾ, പ്രവചന വചനങ്ങൾ, അത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണം. തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണം. യെസ്, ഇറ്റ്സ് എ പ്രൊഫറ്റിക് മിഷൻ. ഇതാണ് ഒരപ്പന്റെയും അമ്മയുടെ ഉത്തരവാദിത്തം എന്ന് പരിശുദ്ധ വചനം. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. പരിശുദ്ധ വചനം അത് കർത്താവായ യേശു തന്നെയാണ്. യെസ്, ഈശോ തന്നെയാണ് വചനം. ഈശോ തന്നെയാണ് വചനം. സഹോദരങ്ങളെ, ഇത് നമ്മൾ ചെയ്യണം. മാതാപിതാക്കൾ ഈ അനോയിന്റിങ് സ്വീകരിക്കണം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നശിക്കുന്നെങ്കിൽ കാരണം അവർക്ക് വചനം കൊടുക്കുക. വചനമറിയില്ല, അവർക്ക് വചനമറിയില്ല. ഇന്ന് അവിശ്വാസികളായ നമ്മുടെ സത്യവിശ്വാസത്തിന് വിരുദ്ധമായ പ്രണയബന്ധങ്ങൾ, പ്രണയക്കെണികൾ, അങ്ങനെയുള്ള വിവാഹം എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് ഇന്ന് അനേകം ക്രൈസ്തവ മക്കള് ചെതറിപ്പോകുന്നുവെങ്കിൽ, വഴിതെറ്റിപ്പോകുന്നുവെങ്കിൽ അതിന് കാരണം അവർക്ക് ദൈവവചനത്തിന്റെ അനുഭവമില്ല. അവരുടെ ജീവിതത്തിൽ വചനത്തിന് സ്പാർക്ക് ഉണ്ടായിട്ടില്ല. അവർ വചനത്തിലൂടെ യേശുവിനെ കണ്ടുമുട്ടിയിട്ടില്ല. സഹോദരങ്ങളെ, വചനം തീയായിട്ടുള്ള ഒരു കുഞ്ഞും തെറ്റായ ബന്ധങ്ങളിലേക്ക് പോവുകയില്ല. ഈ പരിശുദ്ധമായ ഈ വചനം മണ്ണിൽ നിന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ്, വചനത്തിന്റെ തീയുള്ള ഒരു കുഞ്ഞും വഴിതെറ്റി പോവുകയില്ല. അവർ വഴിതെറ്റുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കില്ല. സഹോദരങ്ങളെ, കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്.
അതിന് പകരം ഇന്ന് ലോകത്തിന്റെ കാര്യങ്ങൾ അറിയുന്ന എന്തൊക്കെ കോഴ്സുകളാണ് ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതൊക്കെ വേണ്ടെന്നൊന്നും പറയുന്നില്ല സഹോദരങ്ങളെ. അതുമാത്രം മതിയോ? അതിനേക്കാൾ വലുതാണ് നമ്മുടെ മക്കളുടെ ആത്മാവിന്റെ രക്ഷ, അവരുടെ നിത്യമായ ജീവൻ. ഇതിൽ ശ്രദ്ധയുള്ള ഓരോ അപ്പനും അമ്മയും അവരെ വചനം കൊടുത്ത് ആ വചനത്തിന്റെ അടിത്തറയിൽ സത്യവിശ്വാസത്തിന്റെ നിറവിൽ മക്കളെ വളർത്തുന്നതിൽ അതീവ ജാഗ്രതയും സൂക്ഷ്മതയും ഉള്ളവരായിരിക്കും. Prophetic anointing. മാതാപിതാക്കളെ, നമ്മൾ പ്രവാചകരാണ്. നമ്മുടെ മക്കളുടെ പ്രവാചകരാണ് മാതാപിതാക്കളായ ഞാനും നിങ്ങളും. രണ്ടാമത്, നമ്മുടെ മക്കളുടെ പുരോഹിതരാണ് നമ്മൾ. പരിശുദ്ധ സഭ ക്രൈസ്തവ കുടുംബങ്ങളെ കുറിച്ച് എന്താ പഠിപ്പിക്കുന്നത്? ഓരോ കുടുംബവും ഗാർഹിക സഭയാണ്. ആ ഗാർഹിക സഭയുടെ പുരോഹിതനാണ് ആ കുടുംബത്തിന്റെ നാഥൻ. യെസ്, ഗാർഹിക സഭയുടെ പുരോഹിതരാണ് കുടുംബനാഥന്മാര്. മറക്കരുത്. നമ്മുടെ കർത്താവ് നിത്യ പുരോഹിതനാണ്. മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം നമ്മൾ വചനത്തിൽ കണ്ടു. സഹോദരങ്ങളെ, ഈ പ്രീസ്റ്റ്ലി അനോയിന്റിങ് എങ്ങനെയാണ് മാതാപിതാക്കളിൽ ഈ നാളുകളിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടത്, പ്രവർത്തിക്കേണ്ടത്? നമുക്കറിയാം, പുരോഹിതരുടെ ദൗത്യം എന്ന് പറയുന്നത് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്. ദൈവസന്നിധിയിൽ ദൈവജനത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനാണ് കർത്താവിന്റെ പുരോഹിതൻ. തന്റെ പൗരോഹിത്യ ശുശ്രൂഷകളിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കുന്നവനാണ് കർത്താവിന്റെ പുരോഹിതൻ. നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യവിശ്വാസത്തിൽ വളരാൻ, അവർ വിശുദ്ധിയുടെ ആത്മാവിൽ ജീവിക്കാൻ, അഭിഷേക തീയുള്ള മക്കളായി മാറാൻ, അവർ സ്നേഹമുള്ളവരാകാൻ, ഈ ലോകത്തിന്റെ കപടതയിലും കാപട്യത്തിലും അവർ മലിനമാക്കപ്പെടാതിരിക്കാൻ, ഈ ലോകത്തിന്റെ ചതിക്കുഴികളിൽപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ കർത്താവിന്റെ സംരക്ഷണവും കൃപയുടെ വലയവും അവരുടെ മേൽ എപ്പോഴും ഉണ്ടാകുവാൻ, കണ്ണീരോടെ വിശ്വാസത്തോടെ ത്യാഗമെടുത്ത് തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കുന്ന എത്ര മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്രകാരമുള്ള മാതാപിതാക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, പുറപ്പാട് പുസ്തകത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമുണ്ട്. അത് ഇസ്രായേലിന്റെ മഹാപുരോഹിതനായ അഹ്റോനെ കുറിച്ചാണ്. പുറപ്പാടിന്റെ പുസ്തകം 20, നമുക്ക് ആ വചനത്തിലോട്ടൊന്ന് വരാം. 28-ാം അധ്യായം 29-ാമത്തെ വചനം. അഹ്റോൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തിയിട്ടുള്ള ന്യായവിധിയുടെ ഉരസ്ത്രണം ധരിക്കണം. കണ്ടോ, കർത്താവിന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, ബലിയർപ്പിക്കാൻ പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ ആ 12 ഗോത്രങ്ങൾ, യാക്കോബിന്റെ ആ 12 പുത്രന്മാരുടെ ആ ഗോത്രപിതാക്കന്മാരുടെ പേരുകൾ കൊത്തിയിട്ടുള്ള ന്യായവിധിയുടെ ഉരസ്ത്രാണം ധരിക്കണം. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ അവർ നിരന്തരം സ്മരിക്കപ്പെടും. സഹോദരങ്ങളെ, നോക്കിക്കേ, നമ്മൾ പ്രാർത്ഥിക്കാനായി മുട്ടുമടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മക്കളുടെ പേരുകൾ ഉണ്ടാകണം, നമ്മുടെ തലമുറയുണ്ടാകണം. എന്തിനു വേണ്ടി? അവർ നശിച്ചു പോകാതിരിക്കാൻ, അവർ സത്യവിശ്വാസം ജീവിക്കുവാൻ, ഈ വിശ്വാസം പ്രഘോഷിക്കുന്നവരാകുവാൻ, അവർ വിശുദ്ധിയുടെ ആത്മാവിൽ വളരുവാൻ, കർത്താവിനെ ധീരതയോടെ സാക്ഷ്യം വഹിക്കുന്നവരാകാൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും നാടിനും ദേശത്തിനും ഈ ലോകത്തിനും ഒരു അനുഗ്രഹമായി മാറാൻ, യെസ്, ഒരു അനുഗ്രഹമായി തീരാൻ മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ മക്കളുടെ പേരുകൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണം. ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ അഹ്റോന്റെ ആ നെഞ്ചിന്റെ, നിങ്ങൾ ചിന്തിക്കണം, ഇവിടെയാണ് ആ ഉരസ്ത്രണം ധരിക്കുന്നത്. ആ ഹൃദയഭാഗത്ത് അത് പതിച്ചിരിക്കുക, മാറിപ്പോകാൻ പറ്റാത്ത വിധം അത് പതിച്ചിരിക്കുക, അതിനെ പതിപ്പിച്ചിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതിനൊക്കെ വേണ്ടി നമ്മൾ സമയം കൊടുക്കണം, വില കൊടുക്കണം. ഇത് ഒത്തിരി സങ്കടത്തോടെ പറയാം.
അനേക മാതാപിതാക്കൾക്ക് ബോധ്യങ്ങളില്ല. അവർ ലോകത്തിന് മുന്നിൽ, തങ്ങളുടെ മക്കൾ ലോകത്തിന് മുമ്പിൽ വളരെ വളരെ ഉന്നതരായാൽ മതി, വളരെ കോമ്പറ്റീറ്റീവായി ഈ വേൾഡിൽ അവരെ എങ്ങനെ വേണേലും ജീവിച്ചോ, അവിടെ സുവിശേഷ മൂല്യങ്ങൾക്കോ ദൈവവചനത്തിനോ സത്യവിശ്വാസത്തിനൊന്നും അധികം വില കൽപ്പിക്കാതെ മക്കളെ അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാൻ വിട്ടുകൊടുക്കുന്ന അനേക മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. അവർക്കുള്ള വെല്ലുവിളിയാണ് ഈ വചനത്തിലൂടെ കർത്താവ് എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. ഈ കാലഘട്ടത്തിന് അഹരോന്മാരാണ് നമ്മൾ, നമ്മുടെ കുടുംബത്തിന് പുരോഹിതന്മാരാണ് നമ്മൾ, നമ്മുടെ മക്കളുടെ പുരോഹിതരാണ് ഒരപ്പനും അമ്മയും എന്ന് നമ്മൾ മറക്കരുത്. നമ്മുടെ ഹൃദയത്തിൽ ആ മക്കളുടെ പേരുകൾ നമ്മൾ കൊത്തണം, തലമുറകളെ കൊത്തി നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിന്? ആ പേരുകൾ കർത്താവിന് മുമ്പിൽ എപ്പോഴും ഓർമ്മിക്കപ്പെടാനായിട്ട്. അങ്ങനെ ഒരു അപ്പൻ ബൈബിളിലുണ്ട്, ജോബ്. ജോബിന്റെ പുസ്തകം 1:5 ജോബ് എന്താ ചെയ്തത്? ജോബിന്റെ പുസ്തകം 1:5 സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിനെതിരെ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി. ജോബ് തന്റെ മക്കളെയെല്ലാം വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി, ഓരോ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുകയാണ്, കർത്താവിനായി അവരെ വിശുദ്ധീകരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അപ്പനായിരുന്നു ജോബ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കളെ, ഈ അഭിഷേകം നമ്മൾ ഏറ്റെടുക്കണം. കർത്താവിനായി നമ്മുടെ മക്കളെ ശുദ്ധീകരിച്ച് അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരെ കർത്താവിന്റെ മുൻപിൽ എപ്പോഴും ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യവിശ്വാസത്തിലും വിശുദ്ധിയിലും കൃപയിലും അഭിഷേകത്തിലും ജീവിക്കുന്നവരായി മാറുവാൻ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. അതിനായി നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. ഈ അനോയിന്റിങ് അത് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ അഭിഷേകം നമ്മളിൽ വ്യാപരിക്കണമെങ്കിൽ നമ്മൾ അതിനായി നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 17:19 അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. സഹോദരങ്ങൾ, ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഒന്ന് കരങ്ങൾ ഉയർത്തി ഈ വചനത്തിന്റെ തീ, ഈ വചനത്തിന്റെ ഫയർ, ഈ വചനത്തിന്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് മാതാപിതാക്കളും മക്കളും സഹോദരി സഹോദരന്മാരും ഭാര്യ ഭർത്താക്കന്മാർ കുടുംബം ഒന്നിച്ച് സമർപ്പിതരും കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കുടുംബങ്ങളിൽ ആത്മാവിന്റെ തീയിറങ്ങാൻ കാറ്റ് വീശാൻ കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ. വിളിച്ച് പ്രാർത്ഥിച്ച് ആത്മാവേ 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 ആത്മാവിന്റെ തീയിറങ്ങട്ടെ, കുടുംബങ്ങളിൽ തീ കത്തട്ടെ, ആത്മാവിന്റെ തീ കുടുംബങ്ങളിൽ കത്തട്ടെ, മാതാപിതാക്കളിൽ, ഭാര്യ ഭർത്താക്കന്മാരിൽ, മക്കളിൽ, സഹോദരി സഹോദരങ്ങളിൽ ആത്മാവിന്റെ തീ പടരട്ടെ. മറ്റേതവരെന്ന കരങ്ങൾ കോർത്തു പിടിച്ച്, കുടുംബത്തിലായിരിക്കുന്ന എല്ലാവരും കരങ്ങൾ കോർത്തു പിടിച്ച് ഉണർവോടെ ഉത്സാഹത്തോടെ ഈ വരികൾ ആത്മാവിൽ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. പണ്ടൊരു നാളിൽ മോശ കണ്ട ഉൾപ്പെടൽ പേരുള്ളിൽ കത്തിയൊരു, പണ്ടൊരു നാളിലും മോശ കണ്ട ഉൾപ്പെടൽ പേരുള്ളിൽ കത്തിയൊരു, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക, തീ കത്തിക്ക, തീ കത്തിക്ക
സ്വർഗീയ രാജാവേ തീ കത്തിക്കാം, കരമുയർന്നൊരിക്കലൂടെ വിളിക്കുന്ന ആത്മാവേ. ഹല്ലേലൂയ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം. സ്തുതിക്കുന്നു. ഈശോ, ഈശോ, ഈശോ. ഓ, fire, fire, Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു. ആമേൻ. എല്ലാവരും അല്പസമയം കൂടി ഒന്ന് ശാന്തമായിട്ടിരുന്നേ. സഹോദരങ്ങളെ, ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ കുടുംബത്തിന് വിവിധങ്ങളായ നിയോഗങ്ങൾ, പ്രാർത്ഥന ആവശ്യങ്ങൾ നിങ്ങൾ അറിയിക്കുക. അതുപോലെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലും നിങ്ങളുടെ ആവശ്യങ്ങൾ, നിയോഗങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മളിവിടെ 24 മണിക്കൂറും കർത്താവിൻ്റെ സന്നിധിയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങളിൽ ഒരു ദൈവിക തീർപ്പുണ്ടാകാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ആ ആവശ്യങ്ങൾ അറിയിക്കണം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മൂന്നാമത്തെ അനോയിന്റിംഗ് ആണ് രാജകീയ അഭിഷേകം, കിങ്ലി അനോയിന്റിംഗ്. നമ്മുടെ കർത്താവ് രാജാക്കളുടെ രാജാവാണ്. എന്താണ് ഒരു രാജാവിൻ്റെ പ്രത്യേകത? തൻ്റെ ജനത്തിന് സുരക്ഷിതത്വം, തൻ്റെ ജനത്തിന് സംരക്ഷണം, തൻ്റെ ജനത്തിന് ആവശ്യമായതൊക്കെ നൽകുന്നവനാണ് ഒരു രാജാവ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആത്മീയ കാര്യങ്ങളിലും ഒപ്പം തന്നെ അവരുടെ ഭൗതിക കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയുണ്ടാവണം. അവർക്ക് നമ്മുടെ സാന്നിധ്യം അവർക്ക് സംരക്ഷണമായിട്ട് മാറണം. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നുണ്ടത്. മാതാപിതാക്കളിൽ നിന്ന് ഈ അനോയിന്റിംഗ് മക്കളിലേക്ക് ഒഴുകപ്പെട്ട് അത് മക്കളിൽ ഒരു വലിയ കവചമായി മാറണം. കൃപയുടെ കവചമായി, അഭിഷേകത്തിൻ്റെ കവചമായി. 133 സങ്കീർത്തനം 2 നമുക്ക് ആ വചനം കാണാം. എന്താ അവിടെ വചനം പറയുന്നത്? 133 സങ്കീർത്തനങ്ങൾ 2-ാമത്തെ വചനം. അഹരോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേകം തൈലം പോലെയാണ്. അതുകൊണ്ട് അഹരോന്റെ തല മഹാപുരോഹിതനാണ്. അപ്പോൾ ചിന്തിച്ച്, ഒരു കുടുംബത്തിൻ്റെ തല കുടുംബനാഥയാണ്. അവരിൽ നിന്ന് ഈ അനോയിന്റിങ് മക്കളിലേക്ക് ഒഴുകണം. എൻ്റെ സഹോദരങ്ങൾ, എന്തിനു വേണ്ടി? അവർ സംരക്ഷിതരാകുവാൻ, അവർ സുരക്ഷിതരാകുവാൻ, ശത്രുവായ പിശാചിൻ്റെ പിടിയിൽ നിന്ന് അവർ വിമോചിതരാകുവാൻ, അവരുടെ ആത്മീയ ഭൗതികമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുവാൻ ഒക്കെ ഈ അഭിഷേകം നമുക്ക് ആവശ്യമാണ്. ഈ അനോയിന്റിങ് നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഇത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? നമ്മൾ എന്ന് പറഞ്ഞാൽ അവരുടെ മേലെ ആധിപത്യം പുലർത്തി, അവരെ പ്രകോപിപ്പിച്ച്, അങ്ങനെയുള്ള ഒരുപാട് വളരെ സ്ട്രിക്റ്റായി അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാതെ അവരെ വളരെയധികം മുറിപ്പെടുത്തി വേദനിപ്പിക്കുന്ന പേരൻസ്, അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി അവരെ നയിക്കണം. നമ്മൾ കർത്താവിൻ്റെ വഴിയിലൂടെ അവരെ നയിക്കണം. കർത്താവിൻ്റെ വഴി പറഞ്ഞു കൊടുത്ത് നമ്മളത് കണ്ടു. ആ വഴിയിലൂടെ കൃത്യതയോടെ നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറകളെ നയിക്കുന്ന ആ രാജകീയ അഭിഷേകമുള്ളവരായിട്ട് നമ്മൾ മാറണം. അവരെ തിരുത്തണം. നമ്മൾ ചിലർക്ക് നമ്മൾ നല്ല കർക്കശത്തോടെ തിരുത്തേണ്ടി വരും. ഇന്ന് പലപ്പോഴും മക്കൾ കാണിക്കുന്ന പല തെറ്റുകൾക്ക് നേരെ പല മാതാപിതാക്കളും കണ്ണടക്കുകയാണ്. അവർക്ക് വേദനിച്ചാൽ, അവർക്ക് വിഷമിച്ചാലോ, ആകെ ഒരു മകനുള്ളോ, ഒരു മകളുള്ളോ, അവൾ വീട് വിട്ട് ഇറങ്ങിപ്പോയാലോ, അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യാതാലോ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ സ്നേഹത്തിൽ നിന്ന് കൃപയുടെ അഭിഷേകത്തോടെ നമ്മൾ ഒരു പ്രവൃത്തി, ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ അതിൽ കർത്താവിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അവിടെ കർത്താവിൻ്റെ നടത്തിപ്പുണ്ടായിരിക്കും, കർത്താവിൻ്റെ ഇടപെടലുണ്ടായിരിക്കും. നമ്മൾ ഇപ്രകാരമാണ് മക്കളടുത്ത് ഇടപെടേണ്ടതെന്ന വചനം പഠിപ്പിക്കുന്നത്. അവിടെ സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ 3-ാം അധ്യായം 13-ാം വചനത്തിൽ അന്നത്തെ മഹാപുരോഹിതനായ ഏലിയെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഞാൻ അവന്റെ കുടുംബത്തിന്മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് ഞാൻ പറയുന്നു. മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം, അവർ തെറ്റായ ബന്ധത്തിലാണ്, പ്രണയക്കെണികളിലാണ്, അവർ വിശ്വാസമില്ലാതെ ജീവിക്കുന്നുണ്ട്. അവരിൽ പല മ്ലേച്ഛതയുണ്ട്, ജഡീകതകളുണ്ട്, തിന്മകളുണ്ട്, ചീത്ത കൂട്ടുകെട്ടുകള്,
സത്യവിശ്വാസം നിരക്കാത്ത ചില ബന്ധങ്ങള്, ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ട് ചില മാതാപിതാക്കള് വളരെ കർശനമായ രീതിയിൽ സ്നേഹത്തോടെ അവരെ ശാസിക്കുകയോ തിരുത്തുകയോ ചെയ്യാതെ അവര് മക്കളല്ലേ, അവരുടെ ഫ്രീഡം അനുസരിച്ച് അവർ പോട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ കയറൂരി വിടുമ്പോൾ ശ്രദ്ധിക്കണമേ, ആ കുടുംബത്തിന്റെ മേൽ ന്യായവിധി വരികയാണെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. ഇന്ന് പല കുടുംബങ്ങളും തകർന്നു പോകുന്നതിന് കാരണം, പല കുടുംബങ്ങളിൽ ദൈവസാന്നിധ്യം മാറിപ്പോകുന്നതിന് കാരണം, പല കുടുംബങ്ങളിൽ പകരപ്പെട്ട ദൈവകൃപയുടെ സമൃദ്ധി ഇല്ലാതെ പോകുന്നതിന്റെ ഒരു കാരണം, മാതാപിതാക്കളെ, നമ്മൾ ഈ രാജകീയ അഭിഷേകം വെളിപ്പെടുത്തുന്നില്ല, ശാസിക്കേണ്ടോർത്ത് ശാസിക്കുന്നില്ല, തിരുത്തേണ്ടോർത്ത് തിരുത്തുന്നില്ല, മക്കൾ പോകേണ്ട വഴികൾ കൃത്യതയോടെ കാണിച്ചു കൊടുക്കുന്നില്ല. അതിൽ നമ്മൾ വളരെ വളരെ ജാഗ്രതയും ഗൗരവബുദ്ധിയുള്ളവരാവണം. മക്കൾ എന്ത് വിചാരിക്കും? അവർക്ക് വിഷമം, വചനത്തിന് വിരുദ്ധമായൊരു കാര്യം വരുമ്പോൾ നമ്മൾ അവരെ കൃത്യമായി അതിലൊരു കൃത്യമായി നയിക്കുക. തൻ്റെ ജനത്തെ നയിക്കുന്നവനാണ് രാജാവ്. എങ്ങനെ നയിക്കുന്നു? ഇഷ്ടപ്പെട്ട് തോന്നിയ പോലെയല്ല, ശരിയായ വഴിയിലൂടെ, ജനത്തിന്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും ആവശ്യമായ വഴികളിലൂടെ ജനത്തെ കൃത്യമായി ഭരിച്ച് ആ ജനത്തെ നയിക്കുന്നവനാണ് ഒരു ഉത്തമനായ രാജാവ്. ഇതാണ് ഒരു അപ്പനോട് കർത്താവ് ആവശ്യപ്പെടുന്നത്, ഒരു അമ്മയോട് സ്വർഗം ആവശ്യപ്പെടുന്നത്. സഹോദരി സഹോദരങ്ങളെ, ഇത് നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ എന്തു പറ്റും? ഇത് ചെയ്തില്ലെങ്കിൽ എന്തു പറ്റും? സാമുവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, പരിശുദ്ധ വചനം പറയുന്നു, ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായി, ദുർമാർഗികളായി. എന്താ കാരണം? ഈ അഭിഷേകം ഇല്ലാതെ പോയി, തിരുത്തിയില്ല, ശാസിച്ചില്ല, കൃത്യമായി നയിച്ചില്ല. അപ്പനെന്ന നിലയിൽ ഏലി പരാജയപ്പെട്ടു. തന്മൂലം മക്കള് ദുർമാർഗികളായി. ദുർമാർഗികള് സത്യമാർഗം വിട്ട് വഴിവിട്ടുള്ള ജീവിതം. രണ്ടാമത് പറയാണ്, അവർ കർത്താവിനോട് ബഹുമാനമില്ലാത്തവരായി, സ്നേഹമില്ലാത്തവരായി. ഈ റെവറൻസ്, ഡിസ്റെസ്പെക്ട്, ആ തലമുറ നശിച്ചു പോവുകയാണ്. സഹോദരങ്ങളെ, ഈ സത്യം, ഇത് ഈ ത്രിവിധ അഭിഷേകം, പ്രവാചക, പുരോഹിത, രാജകീയ അഭിഷേകം മാതാപിതാക്കളിൽ ശരിയായ വിധത്തിൽ വെളിപ്പെടണം. അപ്പോൾ കുടുംബത്തിൽ ആത്മാവിൻ്റെ വ്യാപനം ഉണ്ടാകും, കുടുംബത്തിൽ കൃപയുടെ നിറവുണ്ടാകും. ഇനി ഭാര്യ ഭർത്തൃ ബന്ധം നിങ്ങൾ ശ്രദ്ധിക്കണം. ഭാര്യ ഭർത്താക്കന്മാരിൽ ഈ അഭിഷേകം ഉണ്ടാവണം. കർത്താവ് എന്താ പറയുന്നത്? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5-6 വചനങ്ങൾ ശ്രദ്ധിച്ച വചനം വായിച്ച്. ഹെരോദസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയാടെ ഗണത്തിൽ സക്രിയ എന്നൊരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹ്റോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ. എലിസബത്താണ് അവന്റെ ഭാര്യ, സക്രിയയുടെ ഭാര്യ എലിസബത്ത്. എന്താണ് ഈ ദമ്പതിമാരുടെ? ഇവരുടെ മേൽ അഭിഷേകമുണ്ട്, ഇവരുടെ മേൽ ആത്മാവുണ്ട്. സഹോദരങ്ങളെ, ഈ അഭിഷേകം ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു? അവർ ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദമ്പതിമാരെ, ഒരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കി. പ്രിയ ദമ്പതിമാരെ, എന്റെ സഹോദരി സഹോദരങ്ങളെ, ഈ അഭിഷേകം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകണം. അവർ ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും കുറ്റമറ്റ വിധം അനുസരിച്ചവരായിരുന്നു സക്രിയ, എലിസബത്ത് ദമ്പതിമാര്. എന്തുകൊണ്ട്? അനോയിന്റിങ്. അതിന് പറയുന്നതാണ് അനോയിന്റിങ്. ഓ, ആത്മാവിന്റെ അഭിഷേകം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കണ്ട് ഈ അനോയിന്റിങ് ഉണ്ടാകണം. അപ്പൊ എളിമപ്പെടാൻ പറ്റും. നമ്മൾ മനുഷ്യരാണ്. ചില സമയത്തൊക്കെ നമുക്ക് നമ്മളിലുള്ള ജഡിക മനുഷ്യൻ, ഈ പറയുന്ന എൻ്റെ ജീവിതത്തിലൊക്കെ, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട് സഹോദരങ്ങളെ. ജഡിക മനുഷ്യൻ, ലൗകിക മനുഷ്യൻ, കോപ മനുഷ്യൻ ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പെട്ട ചില സമയത്തൊക്കെ വരും. നമ്മുടെ ഈഗോ, ഇപ്പം നമ്മുടെ അഹങ്കാര മനുഷ്യൻ, അസൂയയുടെ മനുഷ്യൻ, കലഹത്തിൻ്റെ മനുഷ്യൻ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ചില സമയത്ത് തെളിഞ്ഞു വരും, ഉണർന്ന് എഴുന്നേൽക്കും. പക്ഷെ കർത്താവിനെ ആശ്രയിക്കുക, അഭിഷേകം വരും. പക്ഷെ നമ്മൾ തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കില്ല. കുടുംബജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, സഹോദരി സഹോദര ബന്ധങ്ങളിൽ, മാതാപിതാക്കളും ആ കുടുംബ സംവിധാനത്തിൽ അസ്വസ്ഥതകൾ, ചില സമയത്ത് വേദനകൾ, സങ്കടങ്ങൾ, സഹനങ്ങളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവർ, ഇതൊന്നും ഇല്ലാത്തതല്ല നമ്മുടെ കുടുംബങ്ങൾ. എന്നാൽ അവിടെ ആത്മാവുണ്ടെങ്കിൽ, അഭിഷേകമുണ്ടെങ്കിൽ, ഇതെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ
കർത്താവിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. ആമേൻ, ആമേൻ. എൻ്റെ ദമ്പതിമാരെ, ഈ അഭിഷേകം പ്രാപിക്ക്. ഈ അഭിഷേകം പ്രാപിച്ച് നിങ്ങൾ സ്നേഹിച്ച് വിട്ടുകൊടുത്ത് എളിമപ്പെട്ട് കർത്താവിൽ വളരുന്ന ദമ്പതിമാരായി നിങ്ങളുടെ ദാമ്പത്യം കൊണ്ട് കർത്താവിന് സഭയ്ക്കും വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകണം, വലിയ പ്രയോജനങ്ങൾ ഉണ്ടാകണം, പ്രോഫിറ്റബിൾ ആകണം. ആർക്ക്? കർത്താവിന്. എന്ത്? നമ്മുടെ ദാമ്പത്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലാകുന്ന ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന ഭർത്താക്കന്മാരായിട്ടുള്ളവരെ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർക്ക് പറ്റിയ ഒരു വചനമൊക്കെ കൊടുക്കുക. അവർക്കൊരു പ്രാർത്ഥന, 1 സെക്കൻഡ് മതി, അല്ലെങ്കിൽ 1/2 സെക്കൻഡ് മതി. നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു അഭിഷേകം അവർക്ക് കിട്ടും. ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? ചിലർക്കൊരു സംശയിക്കേണ്ട, ഒരു സംശയം വേണ്ട. അവർക്ക് അഭിഷേകം കിട്ടും. അവരായിരിക്കുന്നിടത്തേക്ക് അനോയിന്റിങ് ഇറങ്ങും. ആ തീ അവരിൽ കത്തും. അതിന് പവറുണ്ട് സഹോദരങ്ങളെ. അവർക്ക് ഒരു വചനം കൊടുക്കുക, അവരെ ഒന്ന് അനുഗ്രഹിക്കുക, അവർക്ക് വേണ്ടി ഒന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് എന്താ പറയുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകം അവിടെ പറയുന്നു 25:21. ആ വചനം ഉച്ചത്തിൽ വായിച്ച്, ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. നമ്മളിവിടെ വന്ധ്യയാവണമെന്നൊന്നുമില്ല നമുക്ക്. നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു ഭർത്താവ് എന്ന നിലയിൽ അധികാരത്തോടെ നമ്മളങ്ങ് പ്രാർത്ഥിക്കണം. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും, അതാണ്, കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു. അത് മതി. കർത്താവ് അവന്റെ പ്രാർത്ഥന കേട്ടു. ഞാനും നിങ്ങളങ്ങ് പ്രാർത്ഥിച്ചു നോക്കിയേ, അത്ഭുതം നടക്കും. അവിടെ ദൈവം പ്രവർത്തിക്കും, ദൈവത്തിന് ഇടപെടലുണ്ടാകും. സംശയിക്കേണ്ട. നമ്മൾ വചനം കൊടുത്ത്, വചനത്തിന് മുദ്ര കൊണ്ട് സഹോദരങ്ങളെ നമ്മൾ അനുഗ്രഹിക്കണം, ബ്ലെസ് ചെയ്യണം. നമ്മുടെ കുടുംബജീവിതത്തിന് ആവശ്യമാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത്? മക്കളുള്ള ബന്ധത്തിൽ നമ്മളൊക്കെ മക്കളാണ്. നമ്മളെല്ലാം മക്കളാണ്. നമ്മുടെ മക്കളായ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഈ അനോയിന്റിങ് വെളിപ്പെടണം? ഈ അനോയിന്റിങ് എങ്ങനെ വെളിപ്പെടണം സഹോദരങ്ങളെ? ഇത് വെളിപ്പെടണ്ടേ? പ്രസംഗിച്ചാൽ മതിയോ? ഇങ്ങനെ കേട്ടു പോയാൽ മതിയോ? ഈ അഭിഷേകം റിസീവ് ചെയ്യണ്ടേ? ഈ അഭിഷേകം ഏറ്റെടുക്കണ്ടേ? ഈ അഭിഷേകത്തിൽ ജീവിക്കണ്ടേ? ഈ അഭിഷേകം കൈമാറി കൊടുക്കണ്ടേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ആത്മപ്രവർത്തികൾ. ദേശമുണരട്ടെ, വളരട്ടെ, അഭിഷേകം വെളിപ്പെടും. അഭിഷേകം വെളിപ്പെടുമ്പോൾ, ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ, ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ആത്മപ്രവർത്തികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളായി നമ്മുടെ ജീവിതത്തിൽ ഈ അഭിഷേകം എങ്ങനെ പ്രവർത്തിക്കണം സഹോദരങ്ങളെ? എനിക്ക് ഈ പീലിപ്പോസിൻ്റെ കുടുംബത്തെ ഒത്തിരി ഇഷ്ടമാണ്. പ്രതി പീലിപ്പോസിൻ്റെ മക്കള് 4 പെൺമക്കളായിരുന്നു. എൻ്റെ ദൈവമേ, ഈ കാലഘട്ടത്തിൽ എൻ്റെ പെൺകുട്ടികളെ, എൻ്റെ കുഞ്ഞു മക്കളെ, എൻ്റെ കുഞ്ഞു അനുജത്തിമാരെ, എൻ്റെ സഹോദരിമാരെ, നിങ്ങളൊക്കെ ഈ അഭിഷേകം പ്രാപിക്കണം. 4 ആൺമക്കളോ അല്ല അവിടെ പറയാം, അല്ലെങ്കിൽ 2 ആൺമക്കൾ 2 പെൺമക്കളായിരുന്നു. 4 പെൺമക്കളായിരുന്നു. അതുകൊണ്ട് 4 പെൺമക്കളാണ്, 5 പെൺമക്കളാണല്ലോ, 3 പെൺമക്കളാണല്ലോ എന്നോർത്ത് ചില പേരൻസിന് ചില സങ്കടമുണ്ട്. ഞങ്ങൾക്ക് വേറെ ഒരു ആൺകുഞ്ഞിന് കിട്ടിയില്ലല്ലോ. നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? ഇല്ല, വിഷമില്ല. നമുക്ക് വിഷമമുണ്ടോ? ആർക്കും വിഷമില്ല. വിഷമിക്കരുത്. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പീലിപ്പോസിന് 4 പെൺമക്കളാണ്. പീലിപ്പോസ് സുവിശേഷ പ്രഘോഷകനാണ്, ഒരു മിഷണറി ആയിരുന്നു, സുവിശേഷ പ്രഘോഷകനായിരുന്നു. സഹോദരങ്ങളെ, എന്താ വചനം പറയുന്നത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 21-ാം അധ്യായം 8ഉം 9ഉം വചനങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച്. എന്താ പറയുന്നത്? അടുത്ത ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് കൈസറിയയിലെത്തി. 7 പേരിൽ ഒരുവനും സുവിശേഷ പ്രസംഗകനുമായ പീലിപ്പോസിന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കൂടെ താമസിച്ചപ്പോൾ അവിടെ എന്താ ഉണ്ടായത്? 9ാമത്തെ വചനം, കന്യകാമാരും പ്രവചനവരം ലഭിച്ചവരുമായ 4 4 പുത്രിമാർ അവനുണ്ടായിരുന്നു. ദൈവമേ,
കന്യകാമാരും പ്രവചനപരം കേട്ടോ, പ്രവചനപരം ലഭിച്ചവരുമായ 4 പെൺമക്കള്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പറഞ്ഞേ, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ആക്ഷരികമായി ഈ വചനം കൃപയായി മാറിയ 4 പെൺകുഞ്ഞുങ്ങള്. എൻ്റെ മക്കളെ, നമ്മുടെ മക്കള് ഈ അനോയിന്റിങ് ഉള്ളവരാണ്. അവർ പ്രവചനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും അറിവിൻ്റെയും ആലോചനയുടെ ആത്മശക്തിയുടെയും ആത്മാവിനാൽ നിറയപ്പെട്ട മക്കളാകണം. എൻ്റെ കുഞ്ഞുങ്ങൾ ഈ അഭിഷേകം നിങ്ങളെല്ലാ ദിവസവും മക്കളായിട്ടുള്ളവർ, നമ്മളൊക്കെ മക്കളാണെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് ടീനേജേഴ്സിലുള്ള യുവമക്കളായിട്ടുള്ളവരെ, അതുപോലെ കുഞ്ഞുങ്ങൾ, ബാലന്മാരായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. വിവാഹം ഉള്ള പ്രായം എത്താത്ത മക്കളെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 20 വയസ്സിന് താഴെയുള്ള എൻ്റെ കുഞ്ഞുങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. എല്ലാ ദിവസവും ഏഷ്യ പ്രവചനം 11:2 പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. ശ്രദ്ധിച്ച് കേട്ടില്ല എൻ്റെ കുഞ്ഞുങ്ങൾ? ഏഷ്യ പ്രവചനം 11-ാം അധ്യായം 2-ാമത്തെ വചനം. മറ്റൊരു വചനം ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 17-ാമത്തെ വചനവും 1-ാം അധ്യായം 20-ാമത്തെ വചനവും. ഇത് കൺഫസ് ചെയ്ത് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് അനോയിന്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ ഈ അഭിഷേകത്തിൽ എന്തൊരു വിശുദ്ധിയിൽ വളരാൻ, വിശ്വാസത്തിൽ ജീവിക്കാൻ, കൃപയിൽ ജീവിക്കാൻ, യേശുവിൻ്റെ സാക്ഷികളാകാൻ, സഭയുടെ മിഷണറിമാരാകാൻ, ഡോക്ടറോ എഞ്ചിനീയറോ സയൻറ്റിസ്റ്റുകളോ IAS-കാരോ IPS-കാരോ IFS-കാരോ ഇനി നിങ്ങൾ ബിസിനസ്സുകാരാരുമായി മാറട്ടെ. നിങ്ങൾക്ക് അവിടെ കർത്താവിനെ സാക്ഷ്യം വഹിക്കുന്ന, കർത്താവിന് നല്ലൊരു മിഷണറി ആയിട്ട് മാറാൻ ഈ അഭിഷേകം വേണം, ഈ അനോയിന്റിങ് വേണം മക്കളെ, ഈ അനോയിന്റിങ് വേണം. ഇനി സഹോദര ബന്ധങ്ങൾ, നിങ്ങൾ സഹോദര ബന്ധങ്ങളിൽ എങ്ങനെ ഈ അഭിഷേകം വെളിപ്പെടേണ്ടത്? സഹോദര ബന്ധങ്ങൾ വളരെ പവർഫുള്ളാണ്. ഒരു കുടുംബത്തിൻ്റെ വലിയ ശക്തി എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് അവിടുത്തെ സഹോദരന്മാരും സഹോദരിമാരും തമ്മിലുള്ള ആ ചൂടുള്ള സ്നേഹമാണ്, ഊഷ്മളമായ സ്നേഹമാണ്. ഇന്ന് പലപ്പോഴും വസ്തുവകളുടെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, സ്ഥാനമാനത്തിൻ്റെ പേരിൽ, വസ്തുക്കളുടെ പേരിൽ, പാർട്ടീഷൻ്റെ പേരിൽ, സ്വത്ത് വിഭജനത്തിൻ്റെ പേരിൽ അടിയും ഇടിയും ബഹളവും കേസും വഴക്കും. ഇന്ന് എത്ര കുടുംബങ്ങളെ പിശാച് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദര ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുന്നു. പണത്തിൻ്റെ പേരിൽ, സ്വത്തിൻ്റെ പേരിൽ, സ്ഥാനമാനത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, സൗന്ദര്യത്തിൻ്റെ പേരിൽ, നിസാര കാര്യങ്ങളെ പ്രതി. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ അനോയിന്റിങ് ഉണ്ടാകണം. സ്നേഹത്തിൻ്റെ അഭിഷേകം, പങ്കുവയ്ക്കുന്നൊരു അഭിഷേകം, ഊഷ്മളമായ നല്ല കർത്താവിൻ്റെ ചൂടുള്ള തീവ്രതയാർന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു നിറവ് നമ്മുടെ സഹോദര ബന്ധങ്ങളിൽ ഉണ്ടാകണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 8-ാം വചനത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ആ വചനം നിങ്ങൾ ഉച്ചത്തിലൊന്ന് വായിച്ച്, എല്ലാവരും സ്വരത്തിൽ, ഒരു 10-25 പേര് കേൾക്കുന്ന സ്വരത്തിൽ വായിച്ച്. അപ്പോസ്തല പ്രവർത്തനം 13:8 എന്താണ് വചനം പറയുന്നത്? ആ വചനം ശ്രദ്ധിക്കാം. എന്നാൽ മാന്ത്രികനായ എലിമാസ്, അപ്പോസ്തല പ്രവർത്തനം അല്ല, ഉൽപ്പത്തിയുടെ പുസ്തകം, ഉൽപ്പത്തി 13:8 കേട്ടോ. ഉൽപ്പത്തി 13. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഹല്ലേലൂയ. എന്താ വചനം പഠിപ്പിക്കുന്നത്? സഹോദരന്മാരെ, ഇങ്ങോട്ട് നോക്കി, ഒരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കി. എന്താ വചനം പഠിപ്പിക്കുന്നത്? സഹോദരന്മാരെ നോക്കി. എന്താ പരിശുദ്ധ വചനം? നമ്മൾ കലഹം ഉണ്ടാക്കരുത്. കാരണം നമ്മൾ വി ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മൾ സഹോദരന്മാരാണ്. നമ്മൾ കലഹിക്കാനുള്ളവരല്ല, നമ്മൾ സ്നേഹിക്കാനുള്ളവരാണ്, പങ്കുവെക്കാനുള്ളവരാണ്. അതിലൂടെ കർത്താവിൻ്റെ രാജ്യത്തെ വിസ്തൃതമാക്കാനുള്ളതാണ്. കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്തുവാനുള്ളവരാണ്. അതിലൂടെ അനേക ആത്മാക്കളെ വീണ്ടെടുക്കുവാനുള്ളവരാണ്. അതിലൂടെ ലോകത്തെ ഇവാഞ്ചലൈസ് ചെയ്യാനുള്ളവരാണ്. യെസ് സഹോദരങ്ങളെ, കർത്താവ് പറയാണ്, നിങ്ങൾ കലഹിക്കരുത്, നിങ്ങൾ തമ്മിൽ കലഹമുണ്ടാകരുത്, നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങളുടെ സ്നേഹം ചൂടുള്ള സ്നേഹമാകണം, ഊഷ്മളതയുള്ള സ്നേഹമായിരിക്കണമെന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. മനോഹരമായ വചനല്ലേ അല്ലേ? 133-ാം സങ്കീർത്തനം 1-ാമത്തെ 11 വായിച്ച്. 133-1, 31 33-1. അവിടെ എന്താ പറയുന്നത്? സഹോദരന്മാർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത്
എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. സന്തോഷപ്രദവുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, സഹോദരങ്ങളുടെ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. മൂന്നാം വചനത്തിൽ പറയാണ്, അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും ജീവനും പ്രദാനം ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സഹോദരി സഹോദരന്മാരുള്ള ബന്ധത്തിൽ, ആ ഊഷ്മളമായ ബന്ധത്തിൽ, ആ സ്നേഹത്തിന്റെ ചൂടേറിയ അനുഭവത്തിന്മേലാണ് കർത്താവിന്റെ അനുഗ്രഹവും കൃപയും ഇറങ്ങി വരുന്നതെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ, മാതാപിതാക്കള്, ഭാര്യ ഭർത്താക്കന്മാര്, മക്കള്, സഹോദരി സഹോദരന്മാര് ഒക്കെ എപ്രകാരമായിരിക്കണമെന്ന് പരിശുദ്ധ വചനങ്ങളിലൂടെ ആത്മാവ് നമുക്ക് കാണിച്ചു തരികയാണ്. അഭിഷേകം കുടുംബങ്ങളിൽ, അഭിഷേകം കുടുംബങ്ങളിൽ, അഭിഷേകം കുടുംബങ്ങളിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം, എങ്ങനെ ഈ അഭിഷേകം സ്വീകരിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു കുടുംബ ജീവിതം നമുക്ക് നയിക്കാം. വചനം നമ്മെ ഓർമ്മിപ്പിച്ചു. എൻ്റെ സഹോദരങ്ങളെ, നമുക്കതിനായി പ്രാർത്ഥിക്കാം. ഇപ്രകാരമുള്ളൊരു കുടുംബം അപ്പോസ്തല പ്രവർത്തനം 16:34 കുടുംബമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:34 എന്താണ് വചനം പറയുന്നത്? അവനും കുടുംബാംഗങ്ങളും ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. എന്തുകൊണ്ട് ആനന്ദിച്ചത്? അതും കൂടി വായിക്കണം. എന്തുകൊണ്ട് ആനന്ദിച്ചത്? ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട്. അതാണ് എൻ്റെ കാര്യം. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചതുകൊണ്ട്, ഈ അഭിഷേകം അവരിൽ വെളിപ്പെട്ടതുകൊണ്ട് അത്യന്തം ആനന്ദിച്ചു. പിന്നെ സഹോദരങ്ങളെ, ക്രൈസ്തവ കുടുംബങ്ങൾ ആനന്ദത്തിൻ്റെ കുടുംബങ്ങളാകുവാൻ നമ്മൾ കൂടുമ്പോൾ അവിടെ ആനന്ദത്തിൻ്റെ ആർപ്പുവിളികൾ, ആനന്ദത്തിൻ്റെ ഘോഷങ്ങൾ ഉയരുന്ന കുടുംബങ്ങളെ നമ്മുടെ കുടുംബങ്ങൾ മാറ്റപ്പെടുവാൻ സ്വർഗം തന്ന ഈ പ്രവചന സന്ദേശങ്ങൾ നമ്മുടെ ചങ്കിലേക്ക് ഏറ്റെടുത്ത് നമ്മളതിനായി പ്രാർത്ഥിക്കുകയാണ്. തുറന്നു വരുന്ന ആരാധനയിൽ നമ്മൾ അല്പസമയം സ്തുതിച്ച് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഈശോയെ ആരാധിക്കും. അതിനുശേഷം നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച്, തിരുഹൃദയ മാസമാണ്, അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളോട് പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷെക്കന ന്യൂസിലൂടെ എൻ്റെ പ്രൊമോയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞു. നാളെ ജൂൺ 30 മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ, ജൂലൈ 5 വരെ ടീം ഷെക്കീനയുടെ നേതൃത്വത്തിൽ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഡുനാമിസ് പവർ റിട്രീറ്റ്, ഡുനാമിസ് പവർ ധ്യാനം നടത്തപ്പെടുകയാണ്. ഈ കാലഘട്ടത്തിന് പ്രത്യേകതകൾ മനസ്സിലാക്കി കർത്താവിനും കർത്താവിൻ്റെ പരിശുദ്ധമായ സഭയ്ക്കും ഈ ഇന്നിൻ്റെ അഭിഷേകം സ്വീകരിച്ച് അന്ത്യകാല പ്രേക്ഷിതരായി നമ്മൾ അനേകം ആത്മാക്കളെ നേടുന്ന ദൈവത്തിൻ്റെ മുന്നണി പോരാളികളായി നമ്മളെ മാറ്റുന്ന ഒരു അഭിഷേക ശുശ്രൂഷയാണ് ഡുനാമിസ് പവർ ധ്യാനം. നാളെ അത് ആരംഭിക്കും. ഈ ധ്യാനത്തിന് ഇനിയും വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈശോയുടെ നാമത്തിൽ അവരെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് 5 ദിവസങ്ങൾ ഒന്നിച്ച് കാണാം. ഒരുമിച്ച് കർത്താവിൻ്റെ വചന താഴ്വരയിലായിരിക്കാം. ഒരുമിച്ച് വചനം കേട്ട് ഒന്നിച്ച് ഈശോയെ ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി കാലഘട്ടത്തിന് അഭിഷേകം ആത്മാവിൽ നിന്ന് സ്വീകരിക്കുവാൻ നമ്മൾ കുടുംബമായി അവിടെ സമ്മേളിക്കുകയാണ്. ഒരുപാട് മക്കൾ ഓൾറെഡി ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങൾ സാധിക്കുന്നവർ കടന്നു വരാൻ, പ്രൊവിൻഷ്യൽസും ജനറൽ അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ടീമും അത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. അതുപോലെ മാതാപിതാക്കൾ, നിങ്ങളെ യുവജനങ്ങളെ, നിങ്ങളുടെ മക്കളെ പ്രത്യേകമായി ധ്യാനത്തിന് വിടുക. അവരെല്ലാം തീ പിടിക്കാനായിട്ട് നമ്മുടെ സാധിക്കുന്ന കുടുംബമായിട്ട് വരിക. വെക്കേഷനല്ല, ക്ലാസ്സുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലതൊക്കെ അറേഞ്ച് ചെയ്ത് വരാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിന്ന് കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം നിങ്ങൾ എനിക്ക് വേണ്ടി, ടീം ഷെക്കേനയ്ക്ക് വേണ്ടി കടന്നു വരുന്ന ബഹുമാനപ്പെട്ട വന്യവൈദികരെ, അഭിനയ പിതാക്കന്മാരെ, അൽമായ ശുശ്രൂഷകരെ വേണ്ടി ഒരു നിമിഷം വലത് കരം ഉയർത്തി ടീം ഷെക്കേനെ അനുഗ്രഹിച്ചുകൊണ്ട് വ്യക്തിപരമായി നിങ്ങൾ ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ ശുശ്രൂഷ കൊണ്ടുപോകാനുള്ള ജ്ഞാനവും വിവേകവും അറിവും ആലോചനയും അഭിഷേകവും ആത്മശക്തിയും ലഭിക്കാൻ പ്രാർത്ഥിച്ച് കർത്താവേ സ്തുതിക്കുന്നു. Mighty Lord, mighty anointing.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരണമേ, വരണമേ. സ്തുതിക്കുന്നു, സ്വീകരിക്കുന്നു, സ്വീകരിക്കുന്നു. ആരാധന, ആരാധന. Anointing receive ചെയ്യുന്നു. Receive ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പകരപ്പെടുന്ന അഭിഷേകം സ്വീകരിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, നന്ദി ഹല്ലേലൂയ, കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. മറ്റൊരു കാര്യം, ജൂലൈ മാസം 1 മുതൽ 10 വരെ ഷെക്കന ന്യൂസിലൂടെ ഹോളി ബ്ലഡ്, നമുക്കറിയാം ജൂലൈ മാസം തിരുരക്തത്തിൻ്റെ മാസമായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ തിരുച്ചോരയുടെ അനന്ത ശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ട് തിരുരക്തത്തിൻ്റെ അഭിഷേകം, തിരുരക്തത്തിൻ്റെ ശക്തി, തിരുരക്തത്തിലൂടെ ലഭ്യമായ സൗഖ്യം, ഡെലിവറൻസ്, അനുഗ്രഹങ്ങൾ, കൃപകൾ ഇതെല്ലാം സ്വീകരിച്ച് ഒരു സാക്ഷ്യ ജീവിതം നയിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ജീവിതങ്ങളായി മാറുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു 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 മഹത്വത്തിൻ്റെ ശുശ്രൂഷയാണ് ഹോളി ബ്ലഡ്. നമ്മളെല്ലാ തിരുരക്തത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ, പരിശുദ്ധ രക്തത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും സ്വീകരിക്കുവാൻ നമുക്ക് പ്രാപ്തമാക്കുന്നൊരു ശുശ്രൂഷ, നിങ്ങളതിലേക്ക് കടന്നു വരാൻ ഒത്തിരി സ്നേഹത്തോടെ താല്പര്യപ്പെടുകയാണ്. ആ സമയം ജൂലൈ 1 മുതൽ 10 വരെയാണ്, രാത്രി 9 മുതൽ 10:30 വരെ. ഒപ്പം തന്നെ എൻ്റെ സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ ഷെക്കന ന്യൂസിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം. നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, വിവിധങ്ങളായ പ്രതിസന്ധികൾ. പല പ്രതിസന്ധികൾ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്ക് നിങ്ങളോട് അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് വലിയ പ്രതിസന്ധികളുണ്ട്. ചില സമയം ഉള്ളിൽ ചില നീറുന്ന ചില അനുഭവങ്ങളുമായിട്ടാണ് സഹോദരങ്ങളെ ദൈവം പ്രവർത്തിക്കും, നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ശക്തമായ പ്രാർത്ഥന വേണം. നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് കോട്ടകൾ പണിയണം. ജപമാലകൾ ചൊല്ലി, കരുണക്കൊന്ത ചൊല്ലി, ഒരു വിശ്വാസപ്രമാണം ചൊല്ലി, കൊച്ചു കൊച്ചു ത്യാഗ പ്രവർത്തികൾ ചെയ്ത് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ കർത്താവിൻ്റെ പരിശുദ്ധ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സമുദായത്തിനും ഈ ലോകത്തിനും ഈ മാധ്യമ ശുശ്രൂഷ ഒരു അനുഗ്രഹമായി തീരാൻ, അഭിഷേകമായി മാറാൻ നിങ്ങളെല്ലാവരുടെയും വിലപ്പെട്ട പ്രാർത്ഥന ഒത്തിരി സ്നേഹത്തോടെ ചോദിക്കുകയാണ്. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രിയപ്പെട്ടവരെ. വളരെ ഭീമാകാരമായ, നമുക്കത് ഞാൻ ആ തുക നിങ്ങളോട് പറയുന്നില്ല, അത് മറ്റൊന്നിനു വേണ്ടിയല്ല. നമുക്ക് ചില ഈ ഇതിന് ലൈസൻസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, ചില ഫീസുകൾ അടയ്ക്കാനുണ്ട്. അപ്പോൾ ചില കാരേജ് ഫീ, അതൊക്കെ ഏകദേശം 40-45 ലക്ഷം രൂപ തന്നെ വരും ഒരു ഫീ ആയിട്ട്. അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള മറ്റു പല ചെലവുകൾ, ഭീമാകാരമായ വലിയ ഒരു സാമ്പത്തിക ബാധ്യത നമ്മുടെ മുമ്പിൽ വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കഴിയുന്നത് പോലെ ഈ ദിവസങ്ങൾ കാര്യമായിട്ട് സഹായിക്കണം. എല്ലാവരും ഞെരുക്കത്തിലാണെന്നറിയാം, എങ്കിലും ആ വിധവയുടെ കൊച്ചു കാശ് പോലെ നിങ്ങൾ കഴിയുന്നത് പോലെ നിങ്ങൾ സാമ്പത്തികമായി സഹായിച്ച് ഈ മാധ്യമ ശുശ്രൂഷയെ നിങ്ങൾ നിലനിർത്തണം. ഇതൊരു നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഇത് കർത്താവിൻ്റെ ശബ്ദമായി എന്നും സഭയിൽ വിളങ്ങി നിൽക്കണം. അതിന് നമ്മുടെ പ്രാർത്ഥനയും ഒപ്പം തന്നെ നമ്മുടെ സാമ്പത്തികമായ സഹായങ്ങൾ, നിങ്ങൾ തരുന്ന ഒരു കൊച്ചു പൈസ പോലും അത് വേറെ നഷ്ടപ്പെടുത്തുന്നില്ല. അത് സഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തുന്നത്. സഹോദരൻ, കഴിയുന്നത് പോലെ ചെറുതും വലുതുമായി നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ നിങ്ങൾ ഈ അക്കൗണ്ട് നമ്പറിലേക്ക് ഈ ദിവസങ്ങളിൽ അയച്ചു തരണം. നമുക്ക് പല എക്യുപ്മെൻറ്റ്സുകൾ വാങ്ങണം. അത് പലരും അപ്ഡേറ്റായി, കാരണം 5 വർഷമായി നമ്മുടെ ചാനൽ പലത് പഴഞ്ചനായി, നമുക്ക് പലത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പല ടൈം ഔട്ടായിട്ട് മാറുന്നു. ഇങ്ങനെ ഒത്തിരി ഇഷ്യൂസ് നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ നമുക്ക് മറ്റ് പരസ്യങ്ങളോ നമുക്ക് മറ്റ് വിദേശ സഹായങ്ങളോ ഒന്നും തന്നെ നമുക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഈശോയെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ കൊച്ചു കൊച്ചു സഹായങ്ങളിലൂടെയാണ് ഈ മാധ്യമ ശുശ്രൂഷയെ ആത്മാവ് നയിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഗൂഗിൾ പേ നമ്പർ അതിലുണ്ട്, അക്കൗണ്ട് നമ്പറുകളുണ്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതിൽ സംശയങ്ങളുണ്ടെങ്കിൽ ഷെക്കനയുടെ ഓഫീസിൽ നിങ്ങൾ വിളിക്കണം. രാവിലെ 10 മുതൽ 5 മണി വരെ ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഏതെങ്കിലും മറ്റ് നമ്പറുകൾ നിങ്ങൾക്കത് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളെ സഹായിക്കണമേ, ചേർത്ത് പിടിക്കണമേ എന്ന് ഒത്തിരി സ്നേഹത്തോടെ താല്പര്യപ്പെടുന്നു.